ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വക്രശനി തരുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ട് കൺസൾട്ടേഷൻ ഇല്ല, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ വരാൻ പോകുന്ന ജൂലൈ 27 ശനി വക്രഗതി സംഭവിക്കാൻ പോവുകയാണ്. വക്രശനി എന്നാൽ പിന്നോക്ക അവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശനിയുടെ ഈ വക്രാവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലൊക്കെ എല്ലാ രാശിക്കാർക്കും ഈ അവസ്ഥ അശുഭകരമൊന്നും അല്ല. ഈ വരുന്ന ജൂലൈ 27 കർമ്മദായകനും അതേപോലെ നീതിയുടെ ദേവനുമൊക്കെ ആയ ശനി മീനൻ രാശിയിലാണ്. ജൂലൈ 27 മുതൽ മീനൻ രാശിയിൽ നിന്ന് പിന്നോക്ക അവസ്ഥയിലേക്കാണ് മാറാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം ശനിയുടെ ഈ പിന്നോക്ക അവസ്ഥ വളരെയേറെ പ്രധാനപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പിന്നോക്കാവസ്ഥയിലായതിനു ശേഷം ശനിയുടെ സ്വാധീനം കൂടുതൽ ആഴമേറിയതും തീവ്രവുമൊക്കെ ആയിരിക്കും. ശനിയുടെ ഈ അവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ രാശിക്കാർക്കും ഇത് അശുഭകരമൊന്നും അല്ല. പ്രത്യേകിച്ച് വ്യക്തിയുടെ പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് ശനി ഫലങ്ങൾ നൽകുക. മീനവക്രശനി മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മേടലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും തത്സമയം 7.5 ശനിയുടെ കാലഘട്ടമാണ്. ശനിയുടെ വക്രഗതി 7.5 ശനിയുടെ പിടിയിൽ നിന്ന് വിട്ടുമാറി സർവാഭിഷ്ടസ്ഥാനമായ ലാഭസ്ഥാനത്തേക്കാണ് വക്രഗതിയിൽ ശനി സഞ്ചരിക്കാൻ പോകുന്നത്. കർമ്മകാരകനായ ശനിയുടെ ഈ മാറ്റം വളരെ നല്ല ഗുണാനുഭവങ്ങൾ മേടൻ രാശിയിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയും. പിന്നെ പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഈ ചുരുങ്ങിയ കാലം വളരെയേറെ ഉപകാരപ്രദമാകുന്നതാണ്. കാരണം മേടൻ രാശിക്കാരുടെ കർമ്മകാരകനായ ശനിയാണ് ലാഭസ്ഥാനത്തേക്ക് വരുന്നത്. കർമ്മസംബന്ധമായിട്ടുള്ള പല ലാഭങ്ങളും നേടിത്തരും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ച് ബിസിനസ് വിപുലീകരിച്ചെടുക്കാനൊക്കെ കഴിയും. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വിട്ടുമാറും. ഇതുവരെ ഉണ്ടായിരുന്ന മന്ദനിലയൊക്കെ മാറി ഉന്മേഷവും ഉണർവും ഒക്കെ വർദ്ധിക്കുന്നൊരു സമയം കൂടി ആയിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ ചികിത്സയിലൊക്കെ കഴിയുന്നവരാണെങ്കിൽ ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. പിന്നെ ഇതുവരെ അകന്നിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അടുത്തു വരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതുവരെ അനുഭവിച്ചു വന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും. പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ വക്രഗതി കാലഘട്ടം മേടൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും. പിന്നെ ശനിപ്രീതിക്കായിട്ട് ശാസ്താവിനെയും ഗണപതിയെയും ഭജിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹ പ്രീതിയും ശനീശ്വരന് നെയ്ദീപമേറ്റി അതേപോലെ എള്ളുകിഴിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണപ്രദമായിരിക്കും. നിങ്ങളുടെ ജനനകാല ഗ്രഹനില പ്രകാരം നടക്കുന്ന ദശ അപഹാര ഛിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.